ചെങ്കോട്ടകൾ തകർന്നടിഞ്ഞു. മന്ത്രിമാർക്ക് അടിപതറി. UDFന് അത്യുജ്വല വിജയം. 3 സീറ്റിൽ കരുത്തറിയിച്ച് BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബാക്കിപത്രം ഇങ്ങനെയാണ്. 103 സീറ്റുകൾ നേടിയാണ് UDF അധികാരം തിരിച്ചുപിടിച്ചത്. LDF ആകട്ടെ 35 സീറ്റിലേക്ക് കൂപ്പുകുത്തി. കേരളത്തിന്റെ തെക്കു മുതൽ വടക്ക് വരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റായാണ് UDFന്റെ വിജയം മാറിയത്. 5 ദശകത്തോളം ഇളക്കം തട്ടാതിരുന്ന ചുവപ്പ് കോട്ടകളിൽ പോലും UDF കടന്നു കയറുന്നതാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. തളിപ്പറമ്പും ഉരുക്കിൽ തീർത്ത പയ്യന്നൂരും ഉദുമയും തൃക്കരിപ്പൂരും ഉൾപ്പെടെയുള്ള ചെങ്കോട്ടകളാണ് തകർന്ന് തരിപ്പണമായത്. ആർത്തിരമ്പിയെത്തിയ ഭരണവിരുദ്ധ വികാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയാണ് ആടി ഉലഞ്ഞത്. മന്ത്രിമാർ തോറ്റു. തുടർച്ചയായി 10 വർഷത്തെ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ച് 103 സീറ്റോടെ UDF അധികാരത്തിലേക്ക്. 2021 99 സീറ്റുമായി അധികാര തുടർച്ച നേടിയ LDF 35ലേക്ക് കൂപ്പുകുത്തി. UDF തരംഗത്തിനിടയിലും 3 സീറ്റ് പിടിച്ച് BJP കരുത്തറിയിച്ചു. നിയമം തിരിച്ചുപിടിച്ച BJP ചരിത്രത്തിലാദ്യമായി ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും കാവിക്കൊടി വാരിച്ചു. സെഞ്ചുറിയടിച്ച് ഭരണത്തിലേറുമെന്ന VD സതീശന്റെ വാക്കുകളെ കേരളം അപ്പാടെ നെഞ്ചേറ്റിയ കാഴ്ചയാണ് ജനഹിതം പുറത്തു വന്നപ്പോൾ ദൃശ്യമായത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്ന് LDF അപ്രത്യക്ഷമായി. മന്ത്രിമാരായ V ശിവൻകുട്ടി, P രാജീവ്, MP രാജേഷ്, വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, V അബ്ദുറഹ്മാൻ, KB ഗണേഷ് കുമാർ എന്നിവർ ദയനീയമായി തോറ്റു. പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് മത്സരിച്ച CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും പരാജയപ്പെട്ടു. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തഹ്ലിയയ്ക്ക് മുന്നിൽ കീഴടങ്ങി. ഇതോടെ ചരിത്രത്തിൽ ആദ്യമായി ലീഗിന് നിയമസഭയിൽ വനിതാ പ്രാതിനിധ്യമായി. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ 6 റൗണ്ട് വരെ പിന്നിലായിരുന്നു. 2021 50,123 വോട്ടുകൾക്ക് പിണറായി വിജയൻ വിജയിച്ച മണ്ഡലമാണ് ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, P പ്രസാദ്, GR അനിൽ, K രാജൻ എന്നിവർക്ക് മാത്രമാണ് മന്ത്രിമാരിൽ ജയിക്കാനായത്. 64 സീറ്റുകളോടെ കോൺഗ്രസ് സമീപകാലത്തെ മികച്ച പ്രകടനവും 22 സീറ്റുകളോടെ മുസ്ലിം ലീഗ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടവും കരസ്ഥമാക്കി. പാലായിൽ ഉൾപ്പെടെ തോറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വട്ടപൂജ്യമായി. ജോസഫിന്റെ കേരള കോൺഗ്രസ് ആകട്ടെ 8 മത്സരിച്ചപ്പോൾ 7 വിജയിച്ചു. CPI 17 നിന്ന് 9 ചുരുങ്ങി. 3 സീറ്റുകളോടെ RSPയും ഓരോ സീറ്റുകൾ നേടി കേരള കോൺഗ്രസ്, ജേക്കബ്, CMB എന്നിവരും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സാന്നിധ്യം അറിയിച്ചു. RJD കൂത്തുപറമ്പും KK രമ വടകരയും പാല മാണി സി കാപ്പനും നിലനിർത്തി. കനത്ത പരാജയത്തിനിടയിൽ G സുധാകരൻ ഉൾപ്പെടെയുള്ള വിമതർ നേടിയ വിജയം CPMന് കനത്ത തിരിച്ചടിയായി. പാർട്ടി കോട്ടകളിലായിരുന്നു വിമതരുടെ വിജയം. അമ്പലപ്പുഴയിൽ G സുധാകരനും പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മാസ്റ്ററുമാണ് UDF സ്വതന്ത്രരായി മത്സരിച്ചു ജയിച്ചത്. ബേപ്പൂരിൽ PV അൻവറിന് ജയിക്കാനായില്ലെങ്കിലും റിയാസിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനായി. അതേസമയം CPIM ബന്ധം വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന് മത്സരിച്ച PK ശശിക്കും A സുരേഷിനും വമ്പൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. മലമ്പുഴയിൽ A സുരേഷ് 3ാം സ്ഥാനത്തായി. ഒറ്റപ്പാലത്ത് ശശി 25,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അരനൂറ്റാണ്ടിന് ശേഷം കാസർഗോഡും 20 വർഷത്തിന് ശേഷം കോഴിക്കോടും വിജയിക്കാനായി എന്നത് കോൺഗ്രസിന് ഇരട്ടി മധുരമായി. BJP വിട്ടെത്തിയ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിലും ഉദുമയിൽ K നീലകണ്ഠനും ജയിച്ചു കയറി. കോഴിക്കോട് 5 സീറ്റുകളാണ് കോൺഗ്രസിന് നേടാനായത്. ജില്ലയിൽ 13-ൽ 12 സീറ്റുകളും UDF നേടി. 2021 13-ൽ 11 LDFനായിരുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ 2876 വോട്ടുകൾക്കും ചാത്തന്നൂരിൽ BB ഗോപകുമാർ 4012 വോട്ടുകൾക്കും കഴക്കൂട്ടത്ത് V മുരളീധരൻ 265 വോട്ടുകൾക്കുമാണ് വിജയിച്ചത്. അങ്ങനെ NDAയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കരുത്തുറ്റ സാന്നിധ്യമായി. ന്യൂസ് ഡെസ്ക്.